ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകുന്നില്ല, അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോവാതെ കണ്ട് ഇതേ കണക്ക് നല്ലോണം കൂടി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 100% നാച്ചുറലാണ്. നമ്മുടെ വീട്ടിൽ വേഗം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടാരും ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു സെലിബ്രിറ്റി ഗ്ലാസ് സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ഡള്ളായിട്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വർക്കും പിന്നെ നമുക്ക് കുറച്ച് കൊളാബിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിപ്പോയി. അപ്പോൾ തന്നെ നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ടായിരുന്നു, നല്ലോണം ഡള്ളും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മൾ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ കംപ്ലീറ്റ്ലി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വേണ്ടുന്നത് തേയിലപ്പൊടിയാണ്. നമ്മുടെ ടീ പൗഡർ നല്ല തരിതരിപ്പുള്ള തേയിലപ്പൊടി എടുത്ത് അതാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം സ്ക്രബിങ് എഫക്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പാലാണ്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പാൽ ആഡ് ചെയ്തു, കാരണം നമുക്ക് അതേ കണക്കാണ് നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനനുസരിച്ചും ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ കാണുന്നവരായിരിക്കും ഇത് ചായ ഇടുവാണെന്ന്. ഇത് ചായ ഇടുവല്ല, ഗുയിസ് ചായ ഇടുവല്ല. അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. തലതെരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് അരിപ്പ് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കാരണം ഓൾറെഡി നമുക്ക് തേയിലപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ വീണ്ടും നല്ല കട്ടിയായിട്ടുള്ള മീൻസ് ഫൈനായിട്ട് പൊടിക്കാത്ത നല്ല തലതെരിയുള്ള അരിപ്പൊടിയൊക്കെ എടുക്കുമെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് റബ്ബ് ചെയ്യുമ്പം അങ്ങനെ ഫേസിനകത്ത് ഒട്ടും നല്ലതല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ കുറച്ച് പാൽ എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പാക്ക് റെഡിയാക്കിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ അരിപ്പൊടി ഈ പാലുമായിട്ട് മിക്സാക്കി കുറച്ച് കട്ടിയായി വരും. അത്രയും നേരം നമ്മുടെ ഈ ഒരു പാക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നിൽക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല വെള്ളം പോലെ കിടക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ പാക്ക് ഫേസിലൂടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ സത്ത് മൊത്തത്തെ ആ പാലിനകത്ത് ഇറങ്ങി കിട്ടുക നല്ലോണം നമ്മുടെ പാക്ക് ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ പാക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴേക്ക് നമ്മുടെ പാക്ക് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മുടെ പാക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് പോകാനും ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മുടെ ഫേസിലെ ഡൾനെസ്സും നമ്മുടെ ഫേസിൽ വെയിലൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കത്തില്ല, ആ ഡൾനെസ്സൊക്കെ പോക്കാനും നല്ലോണം സ്കിൻ നല്ലോണം ഹെൽത്തി ആയിട്ട് വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനും ഗ്ലോ ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. വീക്കിലി ഒരു 2 or 3 ടൈംസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഒരു ഫസ്റ്റ് ടൈം യൂസ് തന്നെ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം മാനിച്ച് ഞാൻ എൻ്റെ നഖംകടി നിർത്തിയിട്ടുണ്ട്. ഞാൻ നഖം വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു, ചേച്ചി എന്തിനാണ് നഖംകടി കടിക്കുന്നത്, നഖം എന്തിനാണ് കടിക്കുന്നത്, നഖം വളർത്തണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാനിച്ച് ഞാൻ നഖം വളർത്തിയിട്ടുണ്ട്. അത് വളർത്തിയതിന് ശേഷമുള്ള ചെറിയൊരു പട്ടിഷോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കേസ് നമ്മൾ വിഷയത്തിന് തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഇതേ കണക്ക് നമുക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഭയങ്കര ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഞാൻ അതിന് ശേഷം ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് വെള്ളം നമ്മുടെ കയ്യിൽ മുക്കിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് മീൻസ് സ്ക്രബിങ് ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രബിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തലതെരിയുള്ള അരിപ്പൊടി എടുക്കാൻ നിൽക്കല്ലേ. കാരണം ഇത് ഉണങ്ങി പിടിക്കുമ്പം തലതെരിയുള്ള അരിപ്പൊടിയും അതിൻ്റെ കൂടെ നമ്മുടെ ടീ പൗഡറും ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു തരിതരിപ്പ് വരും. അത് നമ്മുടെ ഫേസിന് ഒട്ടും നല്ലതല്ല കേട്ടോ. അതാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് പോയി വാഷ് ചെയ്യാൻ നിൽക്കില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ല, നല്ലോണം ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കി വെക്കണം, നല്ലോണം വൈറ്റനിങ് ആക്കി വെക്കണം, ഗ്ലോ ആക്കി വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റ് പോയി മസാജ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് പോയി വാഷ് ചെയ്ത് കളയാം. അതെല്ലാം നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര അമർത്തുമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് അമർത്തിയാൽ മതി. ഞാൻ അതിന് ശേഷം നമുക്ക് കണ്ട് ഇതേപോലെ നല്ലപോലെ അടിപൊളിയായിട്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകുന്നതാണ്. എൻ്റെ അത്യാവശ്യം നല്ലോണം പോയിട്ടുണ്ട്. എനിക്ക് ആ മൂക്കിൻ്റെ സൈഡിൽ കുറച്ച് ദിവസം കൊണ്ട് സ്കിൻ കെയർ ചെയ്യാണ്ടിരുന്നപ്പോൾ തന്നെ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൊടുത്ത് ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളിങ്ങനെ ഭയങ്കര ഒരു റബ്ബ് ചെയ്യാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം. റിമൂവ് ചെയ്യുമ്പോൾ നല്ലവണ്ണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയിട്ടുണ്ടായിരുന്നു. ആ ഉള്ളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് വാഷ് ചെയ്തിട്ട് വരാം. പിന്നെ വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൂടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം ഇപ്പം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയിട്ടാണ് നമ്മുടെ പോർസ് നല്ലോണം ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോർസ് ക്ലോസ് ആക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആഫ്റ്റർ കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇനി വരാതിരിക്കത്തുള്ളൂ.
അതിന് വേണ്ടി നമുക്ക് ഇതേ കണക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം, നല്ല തണുത്ത വെള്ളം എടുത്താൽ, എന്ന് വെച്ചാൽ ഭയങ്കര തണുത്ത വെള്ളം എടുക്കാൻ നിൽക്കേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുത്ത വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ഇതുപോലെ നമുക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ചെയ്താൽ മതി കേട്ടോ, കണ്ടിന്യൂസ് കുറേ നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 തവണ ജസ്റ്റ് ഒന്ന് മുങ്ങുക പൊങ്ങുക ഉള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോർസ് നല്ലോണം ക്ലോസ് ആവാനും നമ്മുടെ ഫേസിൽ വരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും, ഈ പോർസ് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കയറി വരുമ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോർസ് ക്ലോസ് ആവാനും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാനും നമ്മുടെ ഫേസിൽ വരുന്ന എക്സ്ട്രാ പാടുകളും കുഞ്ഞു കുഞ്ഞു പിമ്പിൾസും ഡോട്ട്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നാഴ്ച ശേഷം നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, വേറെ ഒന്നും തന്നെയല്ല മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യല്ല. ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും മസ്റ്റായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് പോലെ നല്ലൊരു അടിപൊളി റിസൾട്ട് നല്ലോണം ഒന്ന് പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഡിയേഴ്സ്. ടാ.